ചുരുളഴിയാതെ ദുരൂഹത. ചേർത്തല തിരോധാന കേസിൽ സെബാസ്റ്റ്യന് സഹായികളെ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു. സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായൊന്നും കണ്ടെത്താനായില്ലെങ്കിലും റോസമ്മ ഉൾപ്പെടെ സംശയപ്പട്ടികയിലുള്ളവരെ കേന്ദ്രീകരിച്ചാണ് തുടരന്വേഷണം. ബിന്ദു പത്മനാഭൻ, ഐഷ, സിന്ധു തിരോധാന കേസുകളിലാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് അന്വേഷണം നടത്തുന്നത്. അശ്വിൻ പാലാഴി ചേർത്തലയിൽ ചെയ്യുന്നു. അശ്വിൻ, ഇന്നോട് കസ്റ്റഡി കാലാവധി പൂർത്തിയാകുമെന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞൊരു 7 ദിവസമായി കാര്യമായ പുരോഗതികളൊന്നും ഉണ്ടാക്കാനായിട്ടില്ല എന്നാണ് വിലയിരുത്തുന്നത്. എന്തൊക്കെയായിരിക്കും ഇനി കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വഴികൾ? വിവരങ്ങൾ. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു കാര്യമായ മുന്നേറ്റവും ഉണ്ടാക്കാൻ പോലീസിന് അന്വേഷണ സംഘത്തിനായിട്ടില്ല. വീട്ടിലും പലയിടത്തുമായി നടത്തിയ തെളിവെടുപ്പിലും ഒന്നും കണ്ടെത്താനായില്ല. ഇന്നലെ ആകെ കിട്ടിയത് ഒരു കത്തിക്കരിഞ്ഞ വാച്ചിന്റെ സ്ട്രാപ്പ് മാത്രമാണ് എന്തെങ്കിലും ഒരു തെളിവ് എന്ന രീതിയിൽ അവർക്ക് ശേഖരിക്കാനായത്. ഇതോടുകൂടിയാണ് സെബാസ്റ്റിന് പുറത്തേക്ക് കൂടി അന്വേഷണം ശക്തമാക്കാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ ഇന്നലെ ഈ സെബാസ്റ്റിന്റെ സുഹൃത്തായ റോസമ്മയുടെ വീട്ടിലൊരു പരിശോധന നടത്തിയിരുന്നു. അവിടെയും കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. എങ്കിലും ഈ റോസമ്മയെ സംശയത്തിന്റെ പരിധിയിൽ നിന്നും അന്വേഷണ സംഘം മാറ്റി നിർത്തുന്നില്ല. വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ ഐഷ തിരോധാന കേസ് അന്വേഷിക്കുന്നത് ചേർത്തല പോലീസാണ്. ചേർത്തല പോലീസായിരിക്കും റോസമ്മയെ ചോദ്യം ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം ഈ സെബാസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഈ മുൻപ് ബിന്ദു പത്മനാഭന്റെ ഭൂമി തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട ഇയാൾ ജയിലിൽ കഴിയുന്ന കാലത്ത് വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം സെബാസ്റ്റിന് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സെബാസ്റ്റിന്റെ ബിനാമികളായ ആരെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായ മറ്റൊരു അന്വേഷണം നടക്കുന്നത്. ഒപ്പം വസ്തു ഇടപാടുകളും തട്ടുപൂലും അടക്കം ഈ സെബാസ്റ്റിന്റെ പേരിൽ മറ്റ് കേസുകളുമുണ്ട്. അതൊക്കെ കൃത്യമായി തന്നെ പരിശോധിക്കാനാണ് നിലവിലെ തീരുമാനം. എന്തായാലും ഈ തിരോധാന കേസുകളിൽ കിട്ടാത്ത തെളിവുകൾ അത് മറ്റ് വഴിയുള്ള അന്വേഷണത്തിലൂടെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താനാകും എന്നൊരു പ്രതീക്ഷയിലാണ്. ആ അവസാന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ശരി, അശ്വിൻ പാലാഴി ചേർത്തലയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.